ഹായ് ദയർ USA മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതുൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ്. അതായത് നിങ്ങൾ F1 സ്റ്റുഡൻറ്റ് വിസ ഒരു അപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ ഫെയിലായി കരുതുക. നിങ്ങൾ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടും. വിത്തിൻ 1 മന്ത് 2 മന്ത് നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായി രണ്ടാമത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ടാമത് സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ മിനിമം ഒരു 4 മുതൽ 6 മാസം വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ റിജക്ഷൻ ആയിട്ടുണ്ട്. സെക്കൻഡ് ടൈം ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് സ്ലോട്ട് കിട്ടാൻ വളരെ പാടാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. ഈ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ട് ഞാൻ അവരോട് അന്വേഷിച്ചപ്പം ഒരു കോമൺ അഭിപ്രായം പറയുന്നത് അവർ 4 മാസം മുതൽ 6 മാസം വരെയുള്ള വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ രണ്ടാം ചാൻസുകാർക്ക് സ്ലോട്ട് അലോക്കേറ്റ് ആകത്തുള്ളൂ. പക്ഷേ ഫസ്റ്റ് ചാൻസുകാർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ലോട്ട് കിട്ടും. എന്ന് വെച്ച് പേടിക്കരുത്. ഒരിക്കലും നിങ്ങളുടെ ഇൻടേക്ക് വൈകിപ്പോയെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 4 to 5 months വെയിറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്ത് നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ഇത് മൂലം പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ക്ലയൻറ്റും ഉണ്ട്. അപ്പം അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വിവരത്തെക്കുറിച്ച് ആരാഞ്ഞത്. അപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. അതായത് ജനുവരി 1 മുതൽ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന പോലെ വിസ ഫീസിൻ്റെ കൂടെ ഒരു ഡെപ്പോസിറ്റ് കൂടെ $250 ഡെപ്പോസിറ്റ് കൂടെ ആഡാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. മേ ബി നാളെ മുതൽ ആകാം, ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാകാം. പക്ഷേ ഇതുവരെ ഇന്നലെ ഞാൻ ആപ്ലിക്കേഷൻ ചെയ്തപ്പോഴും സെയിം ഈ പറയുന്ന $185 ആയിരുന്നു എൻ്റെ ഫീസ്. അപ്പോൾ ഇതുവരെയും ആപ്ലിക്കേഷൻ ചെയ്യാത്തവർ പെട്ടെന്ന് ആപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോയിൻമെൻറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വിസ ഫീസ് കെട്ടിവെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്പോയിൻമെൻറ്റ് എടുക്കാം. പിന്നെ വൺസ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സർചാർജ് ബാധകമല്ല, ഈ ഒരു കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ബാധകമല്ല. സോ അപ്പോൾ ഈ 2 അപ്ഡേറ്റ്സിന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ സ്ലോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് ചീപ്പറായിട്ട് ബുക്ക് ചെയ്തിരുന്ന ആൾക്കാരുണ്ടെന്നും പറഞ്ഞ് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് സ്കാമേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അവർ 5000 രൂപയ്ക്കും 10000 രൂപയൊക്കെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്യും. പക്ഷേ അതിൽ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ടെലിഗ്രാമിലൂടെ വരുന്ന ഒരു 90% ഈ സ്ലോട്ട് ബുക്കിംഗ് ആൾക്കാരും പക്ക ഫ്രോഡുകളാണ്. അവർ നിങ്ങളുടെ അക്കൗണ്ട് ഹൈജാക്ക് ചെയ്യും. അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനും വിസ ഫീസും ഒക്കെ നഷ്ടമാകും. സോ എപ്പോഴും നിങ്ങൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് ഈ ഫീൽഡിൽ അറിയാവുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ലോട്ട് ബുക്കിങ്ങിന് പോകാം. 20,000 രൂപയായാലും നിങ്ങളുടെ അക്കൗണ്ടും നിങ്ങളുടെ വിസ ഫീസും നിങ്ങൾക്ക് സേവ് ആകും. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരാശംസ. അപ്പോൾ തുടർന്നും വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതൊരു സപ്പോർട്ടിന് വീണ്ടും നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് പ്രോസ്പെറസ് ന്യൂ ഇയർ. ബൈ ബൈ.